നമസ്കാരം. എല്ലാവർക്കും വൈകുണ്ഠത്തിലേക്ക് സ്വാഗതം. ഏപ്രിൽ 30 നരസിംഹ ജയന്തിയാണ്. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ചതുർദശി തിഥിയിൽ സന്ധ്യാസമയത്ത് തൻ്റെ ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കുന്നതിന് വേണ്ടി, പ്രഹ്ലാദൻ്റെ അച്ഛനായ ഹിരണ്യകശിപുവിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ നരസിംഹ അവതാരം എടുത്തത്. ഹിരണ്യകശിപു അനേകം വർഷം തപസ്സു ചെയ്തു ബ്രഹ്മാവിൽ നിന്ന് 4 വരങ്ങളാണ് നേടിയെടുത്തിരുന്നത്. അതിലാദ്യത്തേത് എന്ന് പറയുന്നത് തന്നെ മനുഷ്യർക്കോ മൃഗങ്ങൾക്കോ ദേവന്മാർക്കോ അസുരന്മാർക്കോ വധിക്കാൻ സാധിക്കരുത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ തൻ്റെ വീടിനുള്ളിൽ വെച്ചോ വീടിന് പുറത്തു വെച്ചോ വധിക്കാൻ പാടില്ല. രാത്രിയിലോ പകൽ സമയത്തോ തന്നെ ആരും വധിക്കാൻ പാടില്ല. ആകാശത്തോ ഭൂമിയിലോ വെച്ചും ആയുധങ്ങൾ കൊണ്ടോ തന്നെ വധിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു. ദേവന്മാരോ അസുരന്മാരോ മൃഗങ്ങളോ മനുഷ്യരോ വധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ മനുഷ്യരൂപവും സിംഹത്തിൻ്റെ തലയുമുള്ള രൂപമായ നരസിംഹ രൂപമായി അവതരിച്ചാണ് വധിക്കുന്നത്. വീടിനുള്ളിൽ വെച്ചോ പുറത്തു വെച്ചോ വധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് വാതിൽ പടിയിൽ വെച്ചാണ് ഭഗവാൻ ഈ അസുരനെ വധിച്ചത്. പകൽ സമയത്തോ രാത്രിയിലോ ആരും തന്നെ വധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ സന്ധ്യാസമയത്ത് ഭഗവാൻ ഈ അസുരനെ വധിക്കുന്നത് ആകാശത്തോ ഭൂമിയിലോ വധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഭഗവാൻ തൻ്റെ മടിയിൽ വെച്ചാണ് ഹിരണ്യകശിപുവിനെ വധിച്ചത്. ആയുധങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മൃഗങ്ങളെ കൊണ്ടോ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഭഗവാൻ തൻ്റെ നഖങ്ങൾ ഉപയോഗിച്ചാണ് ഹിരണ്യകശിപുവിനെ വധിച്ചത്. അങ്ങനെ ഹിരണ്യകശിപുവിന് നേടിയ വരങ്ങൾ എല്ലാം തന്നെ നിഷ്പ്രഭമായി പോവുകയാണ് ചെയ്തത്. ഭഗവാൻ മഹാവിഷ്ണു 4 അവതാരങ്ങളാണ് എടുത്തത്. അതിൽ 4ാമത്തെ അവതാരമാണ് നരസിംഹ അവതാരം. മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങൾ ഏറ്റവും ഉഗ്രരൂപമായ അവതാരം കൂടിയാണ് നരസിംഹ അവതാരം. നരസിംഹസ്വാമി എന്ന് പറഞ്ഞാൽ വിളിച്ചാൽ ഉടൻ തന്നെ ഭക്തൻ്റെ വിളി കേൾക്കുന്ന ഭഗവാനാണ്. നരസിംഹസ്വാമിയെ പ്രാർത്ഥിക്കുന്നവർക്ക് ശത്രുദോഷത്തിൽ നിന്നും രക്ഷ ലഭിക്കും. അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയും നരസിംഹസ്വാമിയെ പ്രാർത്ഥിക്കാവുന്നതാണ്. അമ്മമാർക്ക് മക്കൾക്ക് നല്ല ഉയർച്ച ഉണ്ടാകുന്നതിന് വേണ്ടി നരസിംഹസ്വാമിയെ പ്രാർത്ഥിക്കാവുന്നതാണ്. ഏതൊരു തരത്തിലുള്ള സങ്കടങ്ങളും മാറിക്കിട്ടുന്നതിനും നരസിംഹസ്വാമിയെ പ്രാർത്ഥിച്ചാൽ നമുക്ക് ഉടനടി ഫലം ലഭിക്കുന്നതായിരിക്കും. എല്ലാ ദിവസവും നമുക്ക് നരസിംഹസ്വാമിയെ ആരാധിക്കാമെന്നുണ്ടെങ്കിലും ചൊവ്വാഴ്ച വ്യാഴാഴ്ച തുടങ്ങിയ ദിവസങ്ങൾ, അതുപോലെ ചോതി നക്ഷത്രം വരുന്ന ദിവസവും കൂടുതൽ പ്രാധാന്യമുള്ള ദിവസമാണ്. നരസിംഹ ജയന്തി ദിവസം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ, അടുത്ത നരസിംഹ ക്ഷേത്രം വീടിനടുത്തുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ പോയി ഭഗവാന് തുളസിമാല സമർപ്പിക്കുകയും പാൽപ്പായസം വഴിപാട് നടത്തുകയും ചെയ്യാവുന്നതാണ്. നരസിംഹസ്വാമി ക്ഷേത്രം വീടിനടുത്തില്ല എന്നുണ്ടെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ ഏതൊരു അവതാരമൂർത്തി ക്ഷേത്രത്തിലും പോയി ഈ വഴിപാടുകളൊക്കെ നടത്താവുന്നതാണ്. വീട്ടിൽ നിലവിളക്ക് കൊളുത്തി ഭഗവാന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ, നരസിംഹസ്വാമിയുടെ ഫോട്ടോ എന്ന് പറയുമ്പോൾ ലക്ഷ്മി നരസിംഹസ്വാമിയുടെ ഫോട്ടോ വേണം വെക്കേണ്ടത്. അങ്ങനെ നമ്മൾ വെക്കുമ്പോൾ മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും നമുക്ക് ഒന്നിച്ച് ലഭിക്കുന്നു എന്നതിനാലാണ് ലക്ഷ്മി നരസിംഹസ്വാമി ഫോട്ടോ വെക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോയ്ക്ക് തുളസിമാല സമർപ്പിക്കാവുന്നതാണ്. നരസിംഹസ്വാമിയുടെ ഫോട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ ഏത് അവതാരമൂർത്തിയുടെ ഫോട്ടോ ആണോ നമ്മുടെ വീട്ടിലുള്ളത്, അപ്പോൾ എല്ലാവരുടെ വീട്ടിലും കൃഷ്ണൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരിക്കുമല്ലോ, കൃഷ്ണൻ്റെ ഫോട്ടോയ്ക്ക് തുളസിമാല സമർപ്പിക്കാവുന്നതാണ്. ചുവന്ന പുഷ്പങ്ങൾ സമർപ്പിക്കുന്നതും വളരെ നല്ലതാണ്. തെറ്റിപ്പൂക്കളും ചെമ്പരത്തിപ്പൂക്കളും ഒക്കെ ഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. നരസിംഹസ്വാമിക്ക് വളരെ പ്രാധാന്യമുള്ള മറ്റൊരു വഴിപാടാണ് പാനക വഴിപാട്. നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ മാത്രമേ പാനക വഴിപാടുണ്ടായിരിക്കുകയുള്ളൂ. ക്ഷേത്രത്തിൽ നടത്താൻ സാധിക്കാത്തവർക്ക് നമ്മുടെ വീട്ടിൽ ചെയ്യാം. അല്ലെങ്കിൽ ക്ഷേത്രമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ വീട്ടിൽ എങ്ങനെയാണ് പാനകം ഉണ്ടാക്കി സമർപ്പിക്കുന്നത് എന്ന് പറഞ്ഞു തരാം. ഒരു ഗ്ലാസ് വെള്ളത്തിൽ ശർക്കര പൊടിച്ചത്, പിന്നെ കുറച്ച് ചുക്കുപൊടിയും ഏലക്കാപ്പൊടിയും ഇട്ട് നല്ലപോലെ തിളപ്പിച്ച് അതിൽ ഒരു സ്പൂൺ നാരങ്ങാനീര് കൂടി ചേർത്താൽ പാനകമായി.
അത് ഭഗവാന് സമർപ്പിച്ചതിന് ശേഷം വീട്ടിലുള്ള എല്ലാവർക്കും തന്നെ കൊടുക്കാവുന്നതാണ്. ചില ക്ഷേത്രങ്ങളിൽ കുരുമുളക് പൊടിയും കൂടി ചേർക്കാറുണ്ട്. വീട്ടിൽ പാനകം ഉണ്ടാക്കുമ്പോൾ ഒരു കാരണവശാലും കുരുമുളക് പൊടി ചേർക്കേണ്ടതില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വീട്ടിൽ നമ്മൾ പാനകം സമർപ്പിക്കുമ്പോൾ കുരുമുളക് പൊടി ചേർക്കാത്തത് ശാന്തസ്വരൂപനായ നരസിംഹസ്വാമിയായാണ് നമ്മൾ വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കുന്നത്. കുരുമുളക് പൊടി ചേർക്കുമ്പോൾ ഭഗവാന് വീര്യം കൂടും എന്നൊരു സങ്കല്പമുണ്ട്. അതുകൊണ്ടാണ് അത് അവോയ്ഡ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. ദൈവവിശ്വാസമുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻ്റായിട്ട് ഇട്ടാൽ മതി. നരസിംഹ ജയന്തി അനുഷ്ഠിക്കുന്നവർക്ക് വ്രതം, അതായത് നോൺ വെജ് ഉപേക്ഷിച്ചിട്ട് വ്രതം എടുക്കാവുന്നതാണ്. ഈ ഒരു ദിവസം ക്ഷേത്ര ദർശനം, ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുക തുടങ്ങിയ ചെയ്യാവുന്നതാണ്. വ്രതം എടുക്കുമ്പോൾ തലേ ദിവസം തന്നെ നോൺ വെജ് അവോയ്ഡ് ചെയ്യണം. അതുപോലെ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന പോലെ തന്നെയാണ് നരസിംഹ ജയന്തി ദിവസം വ്രതം അനുഷ്ഠിക്കേണ്ടത്. അടുത്ത ദിവസം രാവിലെ സൂര്യൻ ഉദിച്ചതിന് ശേഷം തുളസി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കേണ്ടത്. നരസിംഹസ്വാമിയുടെ ഒരുപാട് നാമങ്ങൾ ഉണ്ട്. ഉഗ്രവീരം നരസിംഹം എന്ന് പറയുന്ന നാമമാണ് നിങ്ങൾ ചൊല്ലുന്നതെങ്കിൽ ആ ഒരു നാമം ചൊല്ലാവുന്നതാണ്. ഞാൻ ഇന്ന് പറയുന്നത് ലക്ഷ്മി നരസിംഹസ്വാമിയുടെ നാമമാണ്. നമ്മളെപ്പോഴും ഭഗവാനെ ലക്ഷ്മി സമേതനായി ചൊല്ലുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹം വളരെ പെട്ടെന്ന് നമുക്ക് ലഭിക്കും എന്ന് മാത്രമല്ല, ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും നമുക്ക് ലഭിക്കും. ഓം ശ്രീ ലക്ഷ്മി നരസിംഹ ശരണം പ്രപദ്യേ. ഓം ശ്രീ ലക്ഷ്മീ നരസിംഹ ശരണം പ്രപദ്യേ. ഈ ഒരു നാമം 108 തവണ ചൊല്ലേണ്ടത്. ഈ ഒരു നാമത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഇതിന് മുന്നുള്ള ഒരു വീഡിയോയിൽ ഞാൻ ലൈവിൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ എത്ര സോൾവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും ഈ ഒരു നാമം കൊണ്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഈ ഒരു നാമം നിങ്ങൾ 7 ദിവസം തുടർച്ചയായി ചൊല്ലുന്നത് വഴി എത്ര സാധിക്കാത്ത കാര്യവും നടക്കും. വ്യാഴാഴ്ച വേണം ഇത് ചൊല്ലാൻ തുടങ്ങേണ്ടത്. അപ്പോൾ അത് അങ്ങനെ ചൊല്ലാവുന്ന, നിങ്ങൾക്ക് ചൊല്ലാൻ താല്പര്യമുള്ളവർക്ക് 7 ദിവസം, അതായത് വ്യാഴാഴ്ച മുതൽ 7 ദിവസം ഈ നാമം ചൊല്ലാവുന്നതാണ്. വീഡിയോയിൽ ഞാൻ ഈ നാമം എഴുതി ചേർക്കാം. എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുമായി സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്താൽ മതി. എന്താണെങ്കിലും നിങ്ങൾ ഈ പവർഫുൾ ആയിട്ടുള്ള വളരെ എളുപ്പം തന്നെ ചൊല്ലാൻ പറ്റുന്ന ഈ നാമം ചൊല്ലി നിങ്ങളുടെ ജീവിതത്തിലെ ആ വലിയ ആഗ്രഹം സാധിക്കൂ. നിങ്ങൾ ചൊല്ലുന്ന മറ്റ് നാമങ്ങളെല്ലാം നിങ്ങൾക്ക് ചൊല്ലാം. കൂടാതെയാണ് ഈ നാമം 108 തവണ രാവിലെ അല്ലെങ്കിൽ സന്ധ്യയ്ക്കോ ചൊല്ലാവുന്നതാണ്. ഏറ്റവും പെർഫെക്റ്റ് സന്ധ്യാസമയം എടുക്കുന്നതാണ് പൂജയ്ക്കും നാമജപത്തിനും. അതുകൊണ്ട് തന്നെ നാമജപം കൂടുതലായിട്ട് സന്ധ്യയ്ക്ക് തന്നെ നിങ്ങൾ ചൊല്ലൂ. അതിനാണ് കൂടുതൽ പവർ കിട്ടുന്നത്. നോക്കി വീട്ടിൽ വിളക്കൊക്കെ സന്ധ്യാസമയത്ത് കത്തിച്ചതിന് ശേഷം ഏപ്രിൽ 30 വ്യാഴാഴ്ച 6:30 മുതൽ 7:15 വരെയുള്ള സമയം, ആ സമയത്ത് വീട്ടിൽ വിളക്ക് കൊളുത്തി ഈ നാമം ചൊല്ലാൻ സാധിക്കുന്നവർക്കൊക്കെ തന്നെ ചൊല്ലാവുന്നതാണ്. വളരെ നല്ല ഫലം ലഭിക്കും. നമ്മൾ എന്താണോ പ്രാർത്ഥിക്കുന്നത് അത് ഭഗവാൻ സാധിച്ച് അനുഗ്രഹിച്ച് നൽകുക തന്നെ ചെയ്യും. ഭക്തൻ്റെ പ്രാർത്ഥന ഉടനടി കേൾക്കുന്ന ഭഗവാൻ കൂടിയാണ് നരസിംഹസ്വാമി. ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നവർക്ക് ഭഗവാൻ അവിടെ തുളസിമാലയും പാൽപ്പായസവും നടത്തുകയും ചെയ്യാവുന്നതാണ്. കാരണം നരസിംഹ ജയന്തി എന്ന് പറയുമ്പോൾ ഭഗവാൻ അവതരിച്ച ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഭഗവാൻ പാൽപ്പായസം വഴിപാട് നടത്തുന്നത് വളരെ നല്ലതാണ്. വീട്ടിലുള്ള ആണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലാണെങ്കിലും ഒരു പായസം വെച്ച് ഭഗവാനെ നേദിച്ചതിന് ശേഷം കുട്ടികൾക്കൊക്കെ കൊടുക്കാം. പിന്നെ ഭാഗ്യസൂക്തം ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ നടത്തുന്നത് വളരെ നല്ലതാണ്. അത് കുട്ടികൾക്കുമൊക്കെ ഭാഗ്യസൂക്തം നടത്തുന്ന കുട്ടികളുടെ പേരിലൊക്കെ നടത്താം. പുഷ്പാഞ്ജലിയും ഭാഗ്യസൂക്തവും ഒക്കെ നടത്തുന്നത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അപ്പം നരസിംഹ ജയന്തി നല്ല രീതിയിൽ പ്രാർത്ഥനയോടും ഭക്തിയോടും കൂടി നടത്തുവാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ. നരസിംഹസ്വാമിയുടെ അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. അപ്പോൾ ഈ വീഡിയോ വിശദമായി കേട്ടതിന് ശേഷം അത് ഫോളോ ചെയ്യും. നിങ്ങൾ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് അധികമായി ഉണ്ടാകട്ടെ. ഇനിയുള്ള എല്ലാ വ്യാഴാഴ്ചകളും നരസിംഹ പൂജകൾ ചെയ്യുവാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടാകട്ടെ. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.